ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി കണ്ടെത്തൽ. ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. പ്രതി മഥ ജയകുമാറിന്റെ കൂട്ടാളി കാർത്തികിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഈ വാർത്തയുടെ. ഗുഡ് മോർണിംഗ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ പ്രതി മഥ ജയകുമാറിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ തട്ടിപ്പ് നടന്ന ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് എത്തി പരിശോധിച്ചിരുന്നു, ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം നിർണായകമാണ് ഈ ദൃശ്യങ്ങൾ. എപ്പോഴൊക്കെയാണ് ഈ സംഘം അവിടെ എത്തിയിട്ടുള്ളത്, ആ രീതിയിൽ നടന്ന തട്ടിപ്പുകൾ ഏതൊക്കെ എന്നുള്ളതിനൊക്കെ ഒരു മറുപടി ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ അത് നിലവിൽ നശിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 5 കിലോ സ്വർണം, ഈ നഷ്ടപ്പെട്ട 26 കിലോ സ്വർണത്തിൽ 5 കിലോ സ്വർണം കണ്ടെത്തിയിരുന്നു. തിരുപ്പൂരിലെ ഒരു ബാങ്കിൽ ഈ മഥ ജയകുമാർ ഈ സ്വർണം പണയം വെച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സ്വർണം, ബാക്കിയുള്ള സ്വർണം കൂടി കണ്ടെത്താനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പണയം വെക്കുന്നതിനായി മഥ ജയകുമാറിനെ സഹായിച്ചത് കാർത്തിക് എന്ന ഒരാളാണ്. ഇദ്ദേഹവും തമിഴ്നാട് മെട്ടുപ്പാളയം സ്വദേശിയാണ്. ഈ കാർത്തിക് ഈ അന്വേഷണ സംഘം അവിടെ എത്തുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് ഇവരെ ഈ അന്വേഷണ സംഘത്തെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഈ കാർത്തിക്കിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി നിലവിൽ ഊർജിതമായി തുടരുന്നുണ്ട്. ഒപ്പം മഥ ജയകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ പ്രതിക്കായി കൂടുതൽ കസ്റ്റഡി അപേക്ഷ, കൂടുതൽ ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. SK.